ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സുവിശേഷം പാപമോചനം ദേശത്ത് ഘോഷിക്കുമ്പോൾ നിങ്ങൾ ആരും അതിനെതിരെ നിങ്ങളുടെ ഹൃദയത്തെ തിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണ്? ഈ സുവിശേഷം നിങ്ങളെ എന്തിലേക്കാണ് വിളിക്കുന്നത്? തീർച്ചയായിട്ടും പാപമോചനത്തിലേക്കാണ്. അതെന്തിനാണ് പാപമോചനം നേടേണ്ടത്? നമ്മൾ പാപികളായിട്ട് പാപം ചെയ്തങ്ങ് ജീവിച്ചാൽ പോരാ പ്രിയപ്പെട്ടവരെ. കാരണം എന്താണ്? നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ള ഒരു കാര്യം നമ്മുടെ മരണമാണ്. നമ്മളെല്ലാം നോക്കിക്കുക, നമ്മുടെ ആയുസ് ഓരോ ദിവസം കഴിഞ്ഞുകൊണ്ടും തീർന്നുകൊണ്ടിരിക്കുകയാണ്. 2025 തീർന്നു, 2026 ആരംഭിച്ചിരിക്കുന്നു. ഒരു വർഷം കൂടെ നമ്മളെന്താണ് മരണത്തോട് അടുത്തിരിക്കുന്നു എന്നുള്ള ഇതിന്റെ തെളിവ്. അതേ പ്രിയപ്പെട്ട, എന്നാൽ ഈ മരിച്ചതിന് ശേഷമുള്ള യഥാർത്ഥമായിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടും, അല്ലെങ്കിൽ എന്താണ് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ജീവിച്ചിരിക്കുമ്പോഴുള്ള 30, 40, 50, 100 വർഷത്തെ ആയുസിന്റെ കണക്ക് കൊടുക്കേണ്ടതാകിയാലും പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിരിക്കുന്ന ന്യായവിധിയായിട്ട് തീരാതിരിക്കേണ്ടതിന് നമ്മളെല്ലാവരും പാപം ചെയ്തവരാണ്. എന്നാൽ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നാം എല്ലാവരും അവസാനം നരകത്തിലേക്ക് ഒടുങ്ങിപ്പോകാതിരിക്കേണ്ടതിനാണ് സുവിശേഷം അറിയിക്കുന്നത്.